അതിസങ്കീർണമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പശ്ചിമേഷ്യ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. കാരണം ഇരു രാജ്യങ്ങളും പിന്നോട്ടില്ല എന്ന നിലപാടിലേക്ക് എത്തിയതിന്റെ പശ്ചാത്തലത്തിൽ US കൂടി ഈ ഒരു ആക്രമണത്തിന്റെ മുൻനിരയിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പശ്ചിമേഷ്യ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ കടുത്ത ആക്രമണത്തിലേക്ക് ഇറാൻ വീണ്ടും തുനിയുന്നു എന്നുള്ളത് തന്നെയാണ്. ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇറാനിൽ നിന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ ടെൽ അവീവ് ഒപ്പം തന്നെ ഹൈഫ അടക്കമുള്ള തുറമുഖ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് വീണ്ടും ഇറാന്റെ ഒരു അറ്റാക്ക് നടക്കാനുള്ള സാധ്യതയാണ് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നത്. അതിനുവേണ്ടിയുള്ള അത് തടയുന്നതിന് വേണ്ടിയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകി കഴിയുകയും ചെയ്തിരിക്കുന്നു. കാരണം ഇത് രണ്ട് രീതിയിലാണ് അലേർട്ടുകൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇസ്രായേൽ കൈമാറുന്നത്. ആദ്യം സൈറൻ മുഴങ്ങുന്നത്, ആ സൈറൻ മുഴങ്ങുമ്പോൾ ജനങ്ങൾ ജാഗ്രത പാലിക്കുക. രണ്ടാമത്തെ സൈറൻ മുഴങ്ങുമ്പോൾ അവിടെ നിന്ന് ബങ്കറിലേക്ക്, അതായത് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നൽകുന്നത്. ഇതെല്ലാം തന്നെ ഇസ്രായേൽ നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം പ്രധാനമായും ഇറാൻ ഈ പറയുന്ന ടെൽ അവീവ് ഒപ്പം തന്നെ ഹൈഫ, തമ്ര അടക്കമുള്ള തുറമുഖ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം മൊസാദിന്റെ കേന്ദ്രങ്ങൾ അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒപ്പം തന്നെ മൊസാദിന്റെ കേന്ദ്രങ്ങൾക്ക് പുറമെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകൾ കൂടിയാണ്. ഇവിടെയാണ് ബാലിസ്റ്റിക് മിസൈലുകളുടെ വലിയ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത തിരിച്ചടി ഇത്തരത്തിൽ ഇറാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. കാരണം വ്യോമാക്രമണത്തിൽ മിസൈൽ കേന്ദ്രങ്ങൾ അടക്കം ആക്രമിക്കാൻ സാധിച്ചു എന്നുള്ള ഒരു അവകാശവാദം ഇത്തരത്തിൽ ഇസ്രായേൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നടക്കമുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ ഇരു രാജ്യങ്ങളും പോർവിളി മുഴക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചേർത്ത് വായിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട കാര്യം, US കോപ്പ് കൂട്ടുന്നത് ഖമനേയിയുടെ സ്ഥാനചലനം തന്നെ എന്ന് വ്യക്തമാക്കുകയാണ്. അതുതന്നെയാണ് ഇന്ന് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ ട്രൂത്തിലൂടെ വ്യക്തമാക്കിയ ആ ഒരു സൂചന. അത് തന്നെ അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. കാരണം ആദ്യഘട്ടങ്ങളിൽ US-ഉം ഇസ്രായേലും മുന്നോട്ട് വെച്ച ആവശ്യം ഇതായിരുന്നു. അതായത് നിങ്ങൾ ഈ ആണവ കരാറിൽ ഏർപ്പെടുക, ഒപ്പം തന്നെ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറുക, അതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നുള്ളൊരു നിലപാട് ഇറാൻ സ്വീകരിച്ചതിന് പിന്നാലെയായിരുന്നു അമേരിക്കയുടെ ഒരു ശക്തമായ ഇടപെടലുണ്ടായത്. പക്ഷേ അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നു എന്നുള്ളതാണ്. ഈ രാജ്യങ്ങളുടെ ലക്ഷ്യം ഖമനേയി തന്നെയാണ്. അതായത് മേക്ക് ഇറാൻ ബെറ്റർ അഗെയിൻ എന്ന രീതിയിലുള്ള ഒരു പരാമർശം ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഖമനേയിയുടെ സ്ഥാനചലനം കൂടി ഇസ്രായേലും അമേരിക്കയും ആവശ്യപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതില്ല എങ്കിൽ ഒരു തരത്തിലും ഈ സംഘർഷം മാറില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ സൈന്യമാണ് ഒരു തീരുമാനമെടുക്കേണ്ടതെന്നുള്ളൊരു പ്രതികരണം കൂടി ഇറാന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുന്നു. കാരണം സ്വാഭാവികമായും നമുക്കറിയാം, കാലങ്ങളായി ഖമനേയി പക്ഷം ഇറാനിൽ ഭരണം നേടിയ ശേഷം 79-ൽ ഭരണം നേടിയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ IRGCയുടെ ഒരു നേതൃത്വത്തിൽ, അതായത് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ നേതൃത്വത്തിലായിരുന്നു, അവിടുത്തെ ഒരു സമാന്തര സൈന്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഭരണം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന. അത്തരത്തിൽ ഭരണകൂടത്തിനോട് കൂറുള്ള ആ ഒരു സമാന്തര സേനയെ ഉപയോഗിച്ചുകൊണ്ടാണ് ഖമനേയി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സൈന്യത്തിന്റെ ഒരു തരത്തിലുമുള്ള അട്ടിമറി ഉണ്ടാകാൻ പാടില്ല എന്ന രീതിയിലായിരുന്നു ഖമനേയിയുടെ തന്ത്രങ്ങൾ മുന്നോട്ട് പോയത്. അത്തരത്തിലുള്ള രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടായിരുന്നു ഇറാന്റെ ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലാണ് ഇപ്പോൾ അമേരിക്ക ഒരു പിടുത്തം പിടിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ട് പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പിന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇറാനെതിരായിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കണമെങ്കിൽ ഖമനേയിയുടെ സ്ഥാനചലനം തന്നെയാണ്. ഖമനേയി സ്ഥാനത്ത് നിന്ന് നീക്കണം, ഒപ്പം തന്നെ ഇറാനിൽ മറ്റൊരു ഭരണം അധികാരത്തിലേക്ക് വരണം, ഭരണകൂടം അധികാരത്തിലേക്ക് വരണം എന്നുള്ള ആവശ്യം കൂടി അമേരിക്ക മുന്നോട്ട് വെക്കുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇത്രയും വലിയൊരു അറ്റാക്ക്, 3 ആണവ കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട ഫോർദോ അടക്കമുള്ള ആണവ നിലയങ്ങൾക്ക് നേരെ ശക്തമായ ഒരു അടി അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് പോലും തന്നെ അതിലൊന്നും തന്നെ തെല്ലും ഭയക്കുന്നില്ല. നിലവിൽ തങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അതായത് ഇസ്രായേലിനെതിരെ കൃത്യമായ രീതിയിൽ വീണ്ടും മറുപടി നൽകിക്കൊണ്ടായിരുന്നു അത്തരത്തിലൊരു മുന്നറിയിപ്പ് അമേരിക്കൻ ഭരണകൂടത്തിനും ഒപ്പം തന്നെ ഇസ്രായേലിനും ഇറാൻ നൽകുകയും ചെയ്തു. അതിൻ്റെ ഒരു സൂചന വ്യക്തമാക്കുന്നത്, ഇനി ഇസ്രായേൽ പിന്നോട്ട് പോയാലും ഇല്ലെങ്കിലും
തങ്ങൾ ആണവ സമ്പുഷ്ടീകരണവുമായി മുന്നോട്ട് പോകും, ഒരു തരത്തിലും ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഏർപ്പെടില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു. അതേസമയം ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രി വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചകൾ നടത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ സ്വാഭാവികമായും റഷ്യയുടെ പിന്തുണ നേരത്തെ തന്നെ ഇറാൻ ആവശ്യപ്പെട്ടതാണ്. റഷ്യ ഒരു പരസ്യ പിന്തുണയിലേക്ക്, പ്രത്യേകിച്ച് ഒരു സൈനിക ബലം നൽകുക എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നാണ് അറിയേണ്ടിയിരിക്കുന്നത്. കൂടുതൽ ആയുധങ്ങൾ കൈമാറാൻ റഷ്യ തയ്യാറാകുമോ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ യുക്രൈൻ സംഘർഷം തുടരുന്ന ഒരു പശ്ചാത്തലം, അത്രത്തോളം കരുത്തരാണോ റഷ്യ എന്നുള്ളത് ഒരു ചോദ്യം ഒരു വശം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നോർത്ത് കൊറിയയിൽ നിന്ന് അടക്കം ആയുധങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം, അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിലൂടെ റഷ്യ കടന്നു പോകുമ്പോൾ ഇറാനെ നേരിട്ട് സഹായിക്കാൻ റഷ്യ ഇറങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും പ്രസ്താവനകളോടുകൂടിയുള്ള കടുത്ത ഭാഷയിലുള്ള മുന്നറിയിപ്പുകളും വിമർശനങ്ങളും റഷ്യയുടെ ഭാഗത്തു നിന്ന് നേരത്തെ തന്നെ ഈ യുദ്ധത്തിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സംഘർഷത്തിനെതിരെയും അമേരിക്കയുടെ ഇടപെടലിനെതിരെയും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രത്യക്ഷ രീതിയിൽ, ഒരു പ്രത്യക്ഷ സ്ഥലത്തിലേക്ക് ഒരു സേനാ വിന്യാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ആയുധ കൈമാറ്റമടക്കം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഇട്ടുനോക്കുകയും ചെയ്യുന്നത്, ലോകം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിലും ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയും ഒപ്പം തന്നെ വ്ളാഡിമിർ പുടിനുമായിട്ടുള്ള ആ ഒരു കൂടിയാലോചനകൾ അല്ലെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ച വളരെ നിർണായകമായി മാറുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ചൈനയുടെ സഹായവും ഇറാൻ തേടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ ഇസ്രായേൽ കൃത്യമായി തന്നെ അവരുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനായിരുന്നു. ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതിലൂടെ അവർ ലക്ഷ്യം വെച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ച് വ്യോമാക്രമണമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിടിവള്ളി. ആ വ്യോമാക്രമണത്തിലൂടെ ഇറാനെ കീഴടക്കാൻ സാധിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇസ്രായേലിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു ജെറ്റ് വിമാനങ്ങൾ ഇറാഖിൻ്റെ വ്യോമപാത ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലേക്ക് കടന്നു കയറി വിവിധ മേഖലകൾ, തുടക്കത്തിലെ സൈനിക കേന്ദ്രങ്ങൾ, പിന്നീട് ആണവ കേന്ദ്രങ്ങൾ, അതിനുശേഷം എണ്ണപ്പാടകൾ, അതായത് ഇറാന്റെ ഏറ്റവും സമ്പദ് സ്രോതസ്സായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സായിട്ടുള്ള എണ്ണപ്പാടങ്ങൾ ആക്രമിച്ചു കൂടി അത്തരത്തിൽ തളർത്താനാകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇസ്രായേൽ മുന്നിൽ കണ്ടിരുന്നു. ആ രീതിയിൽ, കൃത്യമായ രീതിയിൽ ഈ മേഖലകളെല്ലാം തകർക്കാൻ ഇസ്രായേലിന് സാധിക്കുകയും ചെയ്തു. എന്നിട്ട് പോലും ഒരു തരത്തിലും തങ്ങൾ പിന്നോട്ടില്ല എന്ന രീതിയിൽ തിരിച്ചടി നൽകുകയായിരുന്നു ഇറാൻ ചെയ്യുകയും ചെയ്ത്. ഇസ്രായേലിൻ്റെ പല ഭാഗത്തും കനത്ത നാശനഷ്ടമുണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്നലെ രാത്രിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 22ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു വിവരം വരുന്നു. മറ്റൊന്ന്, IRGCയുടെ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ പ്രധാനപ്പെട്ട 7 ഉദ്യോഗസ്ഥർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്ന ഒരു അവകാശവാദം ഇസ്രായേൽ നടത്തുന്നുണ്ട്. അത് പക്ഷേ ഒരു സ്ഥിരീകരണത്തിലേക്ക്, ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഇറാന്റെ മറുപടി അതിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇസ്രായേൽ കടുത്ത ആക്രമണം ഇറാൻ നടത്തുന്നുണ്ട്. ഈ ഒരു ഭാഗമായി ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ അവരുടെ ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ അവരുടെ പൗരന്മാരും ഒക്കെ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് ഈ 2 രാജ്യങ്ങളെയും ഒരു തരത്തിലും പിണക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് സാധിക്കില്ല. കാരണം ഇറാനിലും ഒപ്പം തന്നെ ഇസ്രായേലിലും കനത്ത വ്യാപാരം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ 2 രാജ്യങ്ങളെയും പിണക്കാതെ മുന്നോട്ട് പോകണമെന്നുള്ളൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്ത്യയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ നയതന്ത്ര തലത്തിൽ കൃത്യമായ രീതിയിൽ കൂടിയാലോചനകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഇറാൻ അധികൃതരുമായി സംസാരിക്കുകയും ഒപ്പം തന്നെ ഏകദേശം 41 മിനിറ്റോളം ആ ഒരു കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്നുള്ളതാണ്. ഫോണിലൂടെയായിരുന്നു സംസാരിച്ചത്. അതിൽ വ്യക്തമായ ഒരു ചിത്രം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യത്തെക്കുറിച്ച്, നിലവിലെ സ്ഥിതിഗതികളെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തു. അതിൽ ഇന്ത്യയുടെ പിന്തുണയോ അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷ പിന്തുണയിലേക്കപ്പുറം ഇന്ത്യ എന്താണ് നിലപാടെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ലോകം ഉറ്റുനിൽക്കുകയും ചെയ്യുന്നത്. കാരണം നേരത്തെ തന്നെ ഇറാനും ഇസ്രയേലും ഈ ഒരു കാര്യത്തിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കണം അല്ലെങ്കിൽ ഇന്ത്യ ഇടപെടണമെന്ന ആവശ്യം ഇറാൻ തന്നെ മുന്നോട്ട് വെച്ചൊരു പശ്ചാത്തലമുണ്ട്. ഏതായാലും അങ്ങനെ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കണമെന്നുള്ള ആവശ്യവുമായി ലോകരാജ്യങ്ങൾ രംഗത്ത് വരുന്നു. മറ്റൊന്ന്, ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ മറ്റ് വഴികളിലൂടെ, അതായത് ഏതെങ്കിലും തരത്തിൽ ഈ ഹൂതികൾ ഉൾപ്പെടെയുള്ളവർ, അതായത് ചെങ്കടലിൽ ഏറ്റവും കൂടുതൽ ശക്തരായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മേൽക്കൈയുള്ള ഹൂതികൾ ഈ ഇസ്രായേലിൻ്റെയും ഒപ്പം തന്നെ അമേരിക്കയുടെയും വ്യാപാര കപ്പലുകൾ, പ്രത്യേകിച്ച് അമേരിക്കയുടെ വ്യാപാര കപ്പലുകൾ ആക്രമിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തുകയും ചെയ്തു. അത് അമേരിക്കയെ സംബന്ധിച്ച് ഒരു ശക്തമായ തിരിച്ചടി തന്നെയായിരിക്കും. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിൽ കനത്ത വില ഇറാൻ നൽകേണ്ടി വരും എന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളും അല്ലെങ്കിൽ ചില
മുന്നറിയിപ്പുകളും US മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. മറ്റൊന്ന് അറബ് രാഷ്ട്രങ്ങളുടെ ഒരു പിന്തുണ, അത് കഴിഞ്ഞ ദിവസം ഒമാനും ഒപ്പം തന്നെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ഒരു പരോക്ഷ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും തന്നെ ഈ മേഖലകളിലുള്ള UAEയിലും സൗദിയിലുമുള്ള US എംബസിക്ക് നേരെ അല്ലെങ്കിൽ US സൈനിക താവളങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ഭാഗത്തുണ്ടായാൽ അത് വലിയ യുദ്ധത്തിലേക്ക് വഴിവെക്കും. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എന്തായാലും അതിസങ്കീർണമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ട്രംപ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ട്രംപ് ഇപ്പോൾ നാഷണൽ സെക്യൂരിറ്റി ടീമുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം അത്രത്തോളം സങ്കീർണമായ സാഹചര്യത്തിലേക്ക് പോകുന്നു. ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകുന്നു. അതീവ ജാഗ്രത പുലർത്തണം. കാരണം ഏതു തരത്തിലും അല്ലെങ്കിൽ ഏതു വിധേനയും ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഒപ്പം തന്നെ സൗത്ത് കൊറിയ വാൺസ് ഓഫ് ഫിനാൻഷ്യൽ വോളറ്റിലിറ്റി അമിഡ് മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ്, അതായത് പശ്ചിമേഷ്യയിലെ ഉണ്ടായിരിക്കുന്ന നിലവിലത്തെ ഈ ഒരു സംഘർഷാവസ്ഥയിൽ ഒരു കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കടുത്ത മറുപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. മറ്റൊന്ന്, നമുക്കറിയാം നേരത്തെ ഈ ഒരു കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് തുടങ്ങി ഏകദേശം ഇന്ന് 11ാം ദിവസത്തിലേക്ക് വരികയാണ്. ആ ഒരു 11ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ പോലും തന്നെ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇരു രാജ്യങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന നൽകുന്നത്, വ്യക്തമായ സൂചന നൽകുന്നത് കടുത്ത ആക്രമണത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ അമേരിക്ക പറഞ്ഞു വെക്കുന്ന പോലെ തന്നെ ഇനി ഞങ്ങൾ ഒരു ആക്രമണത്തിൽ തുനിയില്ല. പക്ഷേ ഇറാൻ ഒരു അനുകൂല നിലപാടിലേക്ക് വന്നില്ല എങ്കിൽ വീണ്ടും ആക്രമിക്കാൻ തങ്ങൾ സന്നദ്ധരാകുമെന്ന രീതിയിലുള്ളൊരു മുന്നറിയിപ്പ് കൂടി അമേരിക്കയുടെ ഭാഗത്തും വരുന്നു. കാരണം അമേരിക്ക പറയുന്ന പോലെ നമുക്കത് ആ രീതിയിൽ ആ ഒരു സമയം അനുവദിക്കുന്നു എന്ന് നമുക്ക് കരുതാനാകില്ല. കാരണം 2 ആഴ്ച സമയം അനുവദിച്ചതിന് ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴായിരുന്നു വലിയൊരു അറ്റാക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തുകയും ചെയ്തത് വിജയകരമായി പൂർത്തീകരിക്കാൻ US സംബന്ധിച്ച് സാധിക്കുകയും ചെയ്തു. അതിൻ്റെ വിഷ്വൽസും കൂടുതൽ വിവരങ്ങളും ഒക്കെ പെൻറ്റഗൺ പിന്നീട് പുറത്തുവിടുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അതിസങ്കീർണമായ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്.